ഹായ് H2 വാട്ടർ സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കിണറ്റിലിടുന്ന കുറെ അത്ഭുത പൊടികളുണ്ട്. അപ്പോൾ കിണറിലെ വെള്ളം ഈ പൊടി ഇട്ടുകഴിഞ്ഞാൽ കിണറിലെ വെള്ളം ശരിയാവും, അല്ലെങ്കിൽ ഇന്ന പൊടി 10 കിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വെള്ളം ക്ലിയർ ആവും. അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്, ഒരുപാട് വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഫക്റ്റീവ് ആണോ, ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ എല്ലാ വെള്ളത്തിലും അപ്ലിക്കബിൾ ആണോ, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെളിയിൽ കിടക്കുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി റിസർച്ചറാണ്. നമ്മുടെ ചാനൽ വാട്ടർ ക്വാളിറ്റിനെ കുറിച്ച് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഫിൽട്രേഷനെ കുറിച്ച് സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് സൈഡിലെ കൺസൾട്ടൻസി നമ്പർ ഉണ്ട്, പെയ്ഡ് ആണ് നമ്പർ. ഇതിലേക്ക് വാട്ടർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഞാനാണ് അങ്ങോട്ട് വിളിക്കുക, നിങ്ങളെല്ലാം ഇങ്ങോട്ട് വിളിക്കുക. നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ കമന്റ് സെക്ഷൻ വഴി നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വേഗം കിടക്കാം. നമ്മുടെ ടോപ്പിക് ഇതാണ്: കിണറ്റിലിടുന്ന പലതരം മരുന്നുകൾ എന്നൊക്കെ ആളുകൾ പറയുന്നത്. മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ക്ലിയർ ആക്കുന്ന പൊടികളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ അതിന്റെ പേരുകളോ ബ്രാൻഡുകളോ ഒന്നും പറയുന്നില്ല. ഒരുപാട് പേരിൽ ഒരുപാട് ബ്രാൻഡുകളിലൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ ഒപ്പം തന്നെ നമുക്ക് തന്നെ നമ്മുടെ H2 വാട്ടർ സ്കൂളിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, വാട്ടർ റിക്കവറി കിറ്റ്. അപ്പൊ ഇതിൽ നിന്ന് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വ്യത്യാസമാവുന്നത് നമ്മൾ ചർച്ച ചെയ്യും. അതിനു മുമ്പ് ആ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് അവർ ക്ലെയിം ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. അതായത് ഇങ്ങനെ കാണുന്ന ഭൂരിഭാഗം, വെളുത്ത കളറിൽ കാണുന്ന ഭൂരിഭാഗം പ്രൊഡക്റ്റുകളും ശംഖ് അല്ലെങ്കിൽ സീഷെല്ലുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ പല രൂപത്തിൽ പല ക്രിസ്റ്റൽ, ചിലത് ചൂടാക്കിയിട്ട് ചിലത് ചൂടാക്കാതെ ഒക്കെ പൊടിച്ചു വരുന്ന ഫോമാണ്. അതായത് കാൽഷ്യം കാർബണേറ്റിനെ 900 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് കാൽഷ്യം ഓക്സൈഡുകളായി മാറും. അപ്പോൾ ചില ബ്രാൻഡുകൾ ആ കാൽഷ്യം ഓക്സൈഡ് ആവാതെ കാൽഷ്യം കാർബണേറ്റിനെ ചൂടാവാതെ പൊടിച്ച് ചെറിയ രൂപത്തിലാക്കി അത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അതായത് സാധാരണ കുമ്മായത്തിന്, അതായത് ലൈം എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് നമുക്ക് ഒരു 14 രൂപ ടു 20 രൂപ വരെ കിലോന് റേഞ്ച് വരുമ്പോൾ ഇത് ഏകദേശം വരുന്നത് അതിന്റെ ഒരു 25 മടങ്ങോളം ഇരട്ടിയാണ് ഇത് ചൂടാക്കാതെ പൊടിക്കുമ്പോൾ ഇതിന്റെ കോസ്റ്റ് വരുന്നത്. അതായത് കാൽഷ്യം കാർബണേറ്റായി ബ്രേക്ക് ഷെൽ രൂപത്തിൽ വരുമ്പോൾ അതിന്റെ കോസ്റ്റ് 240, 300 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ചില കമ്പനികൾ ആഡ് ഭയങ്കരമായിട്ട് ചെയ്തിട്ട്, പ്രമുഖ യൂട്യൂബർമാരെ കൊണ്ട് ആഡ് ചെയ്തിട്ട് അത് 500, 600 വരെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊരു വലിയൊരു സ്കാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ഈ വെളുത്ത കളറിൽ കാണുന്ന 99% പ്രൊഡക്റ്റുകളും സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ്. അതായത് ഇവർ ക്ലെയിം ചെയ്യുന്ന വലിയൊരു അവകാശവാദം, അതായത് ഇവര് ഈ സീഷല്ലുകൾ ചൂടാകാതെ പൊടിക്കുന്നു, ചില ചൂടാക്കി പൊടിക്കുന്നു. അവർ പറയുന്ന വലിയൊരു ക്ലെയിം, വെള്ളത്തിലെ എന്തു പ്രശ്നം ഇത് ഉപയോഗിക്കുമ്പോൾ മാറും. ഇപ്പോൾ ആ പറഞ്ഞ വ്യക്തി, നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഭയങ്കര അഗ്രസീവായിട്ട് യൂട്യൂബ് ചാനലുകളൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അവര് പറയുന്ന ക്ലെയിം ചെയ്യുന്ന വലിയൊരു കാര്യം, കൂടി വെള്ളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം pH-ലുള്ള വേരിയേഷൻ മാത്രമാണ്. അത് വലിയൊരു തെറ്റാണ്. ഞാൻ ഞാൻ വീഡിയോ 5 വർഷം മുമ്പ് ചെയ്തു തുടങ്ങി. അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, pH ഒരു ഫിസിക്കൽ പാരാമീറ്റർ മാത്രമാണ്. അതായത് മറ്റുള്ളൊരു കണ്ടാമിനേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് pH. അപ്പോൾ ഈ pH കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളം ക്ലിയർ ആവുന്നുള്ളൊരു ധാരണ തെറ്റാണ്. അത് തന്നെ ആദ്യം തന്നെ സൂചിപ്പിക്കുന്ന പോയിന്റാണ്. pH മാത്രമല്ല വെള്ളത്തിന്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. pH എന്ന് പറയുന്നത് പല വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററുകളിലെ ഒരു പാരാമീറ്ററുമാണ്. വെള്ളത്തിന്റെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രാഥമിക പാരാമീറ്റർ മാത്രമാണ് pH. അതിനുശേഷം ഒരുപാട് പാരാമീറ്ററുകൾ വെള്ളത്തിന്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ pH ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഒന്നും കൂടി ക്ലിയർ ആക്കാം. അതായത് ഇപ്പൊ ഒരു പെസ്റ്റിസൈഡ് ഉള്ള വെള്ളത്തിൽ pH താഴെ പോകും. അതായത് പെസ്റ്റിസൈഡ് എന്ന് ഉദ്ദേശിച്ച വിഷാംശങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ ഒരു എൻഡോസൾഫാൻ വെള്ളത്തിൽ കടന്നു ഉടനടി തന്നെ വെള്ളത്തിന്റെ pH-ലെ വേരിയേഷനുകൾ സംഭവിക്കും. അതായത് pH സഡൻ വേരിയേഷൻ സംഭവിക്കുന്ന ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള എൻഡോസൾഫാൻ ഉള്ള വെള്ളത്തിൽ ഈ pH ബൂസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ സീഷൽ ബേസ്ഡ് ആയ പ്രൊഡക്റ്റ് എടുത്ത് pH കൂട്ടിയിട്ട് കുടിച്ചോട്ട് കാര്യമുണ്ടോ? അതുപോലെയാണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പോൾ അതല്ല അതിന്റെ സൊല്യൂഷൻ. അതായത് വെള്ളത്തിലെ pH കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അത് മാറ്റിയിട്ടാണ് നമ്മൾ pH കൂട്ടിക്കൊണ്ടിരേണ്ടത്. അപ്പോൾ അതിനൊക്കെ കവർ ചെയ്തിട്ട് വെള്ളത്തിന്റെ pH കൂട്ടുക. എന്ത് കാര്യത്തിനും വെള്ളത്തിന്റെ pH കൂട്ടുക, എന്നിട്ട് 100 പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലേക്ക് വെള്ളത്തിന്റെ pH-ലെ വേരിയേഷൻ മാത്രമാണ് ഒരു പ്രശ്നം എന്ന് ഈ കമ്പനികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാരണം ഇതാണ്. അത് മാത്രമല്ല വെള്ളത്തിന്റെ പ്രശ്നം. പിന്നെ വേറൊരു ക്ലെയിമാണ് ഇത് നമുക്ക് കിണറിൽ നമ്മൾ വലിയ കുറ്റി പോലെയൊക്കെ കാണാം, വെസൽ ഫിൽട്രേഷൻ. ഈ വെസൽ ഫിൽട്രേഷനിൽ ഇതൊരു 100 കിലോ അല്ലെങ്കിൽ 90 കിലോ നിറച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പ്യൂരിഫൈ ആവുന്നു. ഇത് വെള്ളം ഒരിക്കലും പ്യൂരിഫൈ ആവില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെള്ളത്തിന്റെ ഇരുമ്പിനെ പിടിച്ചെടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഹാർഡ്നെസ്സിനെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ഒന്നും നമ്മുടെ സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റുകൾക്ക് ഇല്ല. അതായത് ഇവരെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കാനുള്ള കഴിവാണുള്ളത്. അതായത് ഇവരെ അടിഞ്ഞുകൂടാനുള്ള കഴിവാണ് ഇവർക്കുള്ള. അപ്പൊ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കില്ല. അപ്പോൾ ഇതിന്റെ കോൺടാക്ട് ടൈം വളരെ പ്രധാനമാണ്. അതായത് വെസൽ ഫിൽട്രേഷനിൽ
ഈ സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റ് ഒരു 100 കിലോ നിറച്ചിട്ട് അതേക്കൂടെ വെള്ളം പാസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള കഴിവ് കാൽഷ്യം കാർബണേറ്റുകൾക്ക് ഇല്ല. പക്ഷെ ആ വെള്ളം പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവും. അത് എല്ലാ വെള്ളത്തിനല്ല, ചില വെള്ളത്തിന് ക്ലിയർ ആവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതൊരു അയണിനെ റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർഗമാണെന്നുള്ള അർത്ഥം ഇല്ല. അപ്പോൾ ഇതും നമ്മൾ ഒരുപാട് മാർക്കറ്റിങ്ങിൽ ഞാൻ കണ്ടു. വെള്ളത്തിന്റെ തെളിയാൻ ഒരു നല്ല പ്രൊഡക്റ്റ്, തെളിയാൻ ഓക്കെയാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കമ്പനി ക്ലെയിം ചെയ്യുന്ന വലിയൊരു കാര്യമാണ്, നമ്മൾ ആദ്യം ഒരു 30 കിലോ കിണറ്റിലേക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം വെള്ളം ഒരു മാസം തെളിഞ്ഞു. അത് 30 കിലോ ഇടുമ്പോൾ 10-15,000 രൂപ ചിലവ് വരും. അതിനുശേഷം വെള്ളം വീണ്ടും കലങ്ങുമ്പോൾ വീണ്ടും ഒരു 5 കിലോ ആഡ് ചെയ്യുക. അപ്പൊ വീണ്ടും കാശ് കൂടി. ആ സമയത്ത് ഒരു 20,000, 22,000, 25,000 റേഞ്ചിൽ നമുക്ക് ഒരു 7 വർഷത്തിന് മുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെസൽ ഫിൽട്രേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഓരോ കൊല്ലം നമ്മൾ, അല്ലെങ്കിൽ ഓരോ കൊല്ലം ഒരു കൊല്ലത്തേക്കൊന്നും നിൽക്കില്ല, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇത് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കോസ്റ്റ്, അതായത് ഫിൽറ്ററിനേക്കാളും ഒരു 5 മടങ്ങ് കാശ് നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ഒപ്പം സമയം ചെലവാക്കേണ്ടി വരും. ഒപ്പം തന്നെ വെള്ളത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഒന്നും ഇതിനില്ല. അപ്പോൾ ഈ വെളുത്ത നിറത്തിലുള്ള, അതായത് സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റുകൾക്ക് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, മോശം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഈ സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ, ഈ അത്ഭുതപ്പൊടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നുള്ളത് തെറ്റായ ധാരണയാണ്. അത് ഒരുപാട് പേരുകൾക്ക് അങ്ങനെ ഈ തെറ്റായ ആശയം ഉൾക്കൊണ്ട് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരുപാട് പേരുകളായി എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിട്ട് ഇത് ഇഫക്റ്റീവ് ആണോ, കുറെ പേര് ഇത് വെച്ചിട്ട് ഇഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട് കാശ് പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. അപ്പോൾ നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റും ഈ മറ്റ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റും തമ്മിൽ എന്താ വ്യത്യാസം നോക്കാം. അതായത് മറ്റ് സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റും നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. നമ്മുടെ H2O വാട്ടർ സ്കൂളിൽ പുറത്തിറക്കിയിട്ടുള്ള വാട്ടർ റിക്കവറി കിറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. മറ്റു പ്രൊഡക്റ്റിൽ ആ കൂടി സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റ് മാത്രമാണ് വെള്ളത്തിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഈ സീഷൽ പൗഡർ ആണെന്ന് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തെറ്റാണ്. എല്ലാ പ്രശ്നത്തിനും അതൊരു പരിഹാരമല്ല. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിലുള്ളത് pH ടെസ്റ്റിംഗ് കിറ്റ് ആണ്. അതായത് വെള്ളത്തിന്റെ നമ്മുടെ കിറ്റ് ഉപയോഗിച്ചതിന് മുമ്പും ശേഷവും പരിശോധിക്കാനുള്ള pH ടെസ്റ്റിംഗ് കിറ്റ് ഇതിലുണ്ട്. ഒപ്പം തന്നെ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട്. വെള്ളത്തിന്റെ പൊട്ട സ്മെല്ല് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം, കളർ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഇമ്പോർട്ടഡ് ടൈപ്പ് ആക്ടിവേറ്റഡ് കാർബൺ നമ്മുടെ കിറ്റിനോടൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റ് ആയ pH ബൂസ്റ്റർ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് വാട്ടർ റിക്കവറി കിറ്റിനോട് ഒപ്പം ഉണ്ട്. വെള്ളത്തിന്റെ pHന്റെ അളവ് കൂട്ടാൻ, വെള്ളത്തിൽ കലക്കം കൺട്രോൾ ചെയ്യാൻ, അടിവരായിട്ട് പറയാൻ കൺട്രോൾ ചെയ്യാൻ, അതായത് പൂർണ്ണമായിട്ടുള്ള വെള്ളത്തിന്റെ കലക്കം മാറാനുള്ള ഒരു അത്ഭുതം മരുന്ന് എന്നാണ് നമ്മുടെ pH ബൂസ്റ്റർ. വെള്ളത്തിന്റെ pH കൂട്ടാനാണ് പ്രധാന ധർമ്മം. ഒപ്പം തന്നെ വെള്ളത്തിന്റെ കലക്കം, ഇരുമ്പിന്റെ അംശത്തിന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവും നമ്മുടെ pH ബൂസ്റ്ററിനുണ്ട്. നമ്മുടെ pH ബൂസ്റ്റർ നമ്മുടെ പൗഡറും സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഒപ്പം തന്നെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്. നമ്മുടെ ബാക്ടീരിയകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബ്ലീച്ചിങ് പൗഡറും, അതും ഹൈ ഗ്രേഡ് ബ്ലീച്ചിങ് പൗഡറും നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റിനോട് ഒപ്പം ഉണ്ട്. ഈ 4 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കിറ്റിന്റെ ഒപ്പം കൊടുക്കുന്നത്. പക്ഷെ മറ്റ് ബ്രാൻഡുകൾ പറയുന്നത് ഇതിനെല്ലാം പരിഹാരമാണ് ഈ സീഷൽ ബേസ്ഡ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അതാണ് ഞാൻ തെറ്റാന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ദൂരീകരിക്കണം. ആശയം ഉൾക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വാട്ടർ ക്വാളിറ്റി കൂടി സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ താഴെ കമന്റ് ചെയ്യുക. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ സൈഡിൽ നമ്പർ ഉണ്ട്. ഇതിലേക്ക് വാട്ടർ മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, ഫോർമാലിറ്റികൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ നിർത്താണ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.